ഇവിടുത്തെ ഈ ചെറിയ ചെറിയ വീടുകളൊക്കെ കണ്ട, ഇവിടുത്തെ സ്ഥലവും ഈ പുല്ലുകളൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഐസ്ലാൻഡിനെ തന്നെ മനോഹരമാക്കി എടുക്കണം. ഒരു പ്രത്യേക എന്താ പറയുക, ഒരു പ്രത്യേകതരം വൈബ്. സ്ഥലങ്ങളും വീടുകളും ആളുകളും. കുറേ പേര് മുകളിൽ കയറിപ്പോണ്ട്, എന്താണെന്നറിയില്ല. പക്ഷെ നോക്കിയിട്ട് എനിക്ക് പോകേണ്ടത് ആ കാണുന്ന മലയുണ്ടല്ലോ, അതൊരു വോൾക്കാനമാണ്. അതിൻ്റെ മുകളിലേക്കാണ് എനിക്ക് എത്തേണ്ടത്. പക്ഷെ എത്ര ദൂരം എടുക്കുന്നോ എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. ഒന്ന് കയറി നോക്കാം. ഗൈസ് നമസ്കാരം, നമ്മുടെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഐസ്ലാൻഡിൽ ഒരു ഹേമ എന്നൊരു ഐലൻഡാണ് സംഭവം. ഇവിടെ വെസ്റ്റ് മാൻ എന്നൊരു സ്ഥലമാണ്. ഇവിടെ ആകെയുള്ളതൊരു വോൾക്കാനോയും പിന്നെ അത്യാവശ്യം എന്താ പറയുക, ഇവിടുത്തെ മണ്ണുകൾ തന്നെ കാണണം. ഒരു പ്രത്യേകതരം കളറും കരിമണ്ണാണ്. പിന്നെ ഇവിടെ ഒരു വോൾക്കാനുണ്ട്, അത് കാണാനായിട്ടാണ് ഞാനൊന്ന് പോണത്. ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ പുറകെയുള്ള വശങ്ങൾ കാണിച്ചു തരാം. അടിപൊളിയുണ്ട്. ഇവിടെ പലരും ട്രക്കിയുണ്ട്. സംഭവം എല്ലാവരും വോൾക്കാനോ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വോൾക്കാനോ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. അവിടെ ബാക്കിയുള്ള വഴിയുള്ള കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. Nein, alles gut. Ich ziehe immer meinen Hut, wenn jemand das erkennt, weil das Schlimmste ist für mich... Nein, das ist für mich das Schlimmste. അവരത്ര കഷ്ടപ്പെട്ട കയറി വന്നുകൊണ്ടിരിക്കണം നോക്കണം. എൻ്റെ കയ്യിലൊരു സ്റ്റിക്കോ ഒന്നുമില്ല. എന്നാലും ആ ഒരു ടാർഗറ്റ് വെച്ച് പോണത് കൊണ്ട് കയറിയേ പറ്റൂ. കുറേ പേരുണ്ട് കേട്ടോ, ട്രക്ക് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. ഇതുണ്ടോ പോണ വഴിയുള്ള കുറേ കാഴ്ചകളുണ്ട്. കുറേ ചെറിയ ചെറിയ വീടുകളും പിന്നെ ആ കാണുന്നതുണ്ട്. അതായത് ഈ വോൾക്കാനിൻ്റെ പേര് ഹെഡ്ഫെൽ എന്നാണ്. ഞാനത് ഓൾറെഡി ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഹെഡ്ഫെല്ലിൽ നിന്നാണ് ആ വോൾക്കാനിൻ്റെ പേര്. പിന്നെ 1973 ഇത് പൊട്ടിത്തെറിച്ചതായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷേ ഡെത്തോ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ആ രണ്ട് മലയുടെ ഇടയിലുള്ള ആ കടലിൻ്റെ കാഴ്ച ഉണ്ട്. അടിപൊളിയിട്ടുണ്ട്. പക്ഷേ കാണാൻ ഞാൻ എന്തായാലും മെല്ലെ നടക്കട്ടെ. കുറേ പേര് നടക്കുന്നത് അതിൻ്റെ ബാക്കിൽ. ഞാൻ മെല്ലെ നീങ്ങട്ടെ. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ പുറകിലുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. അങ്ങേയറ്റത്ത് കടൽ, പിന്നെ കുറേ ചെറിയ ചെറിയ വീടുകളും. പക്ഷേ എന്ത് ഭംഗിയറിയോ അത് കാണാനായിട്ട് ഇത്രയും ദൂരത്തുനിന്ന്. കാരണം നമ്മൾ നടന്ന് ഒരുപാട് മുകളിലേക്ക് എത്തി. അതുകൊണ്ടാണ് കാണാനും ഇത്രയ്ക്ക് ഭംഗിയായിട്ടുള്ള എന്താ പറയുക. പിന്നെ ഇവിടെ പൊതുവേ ഫോറിൻ കൺട്രീസിൽ അവരുടെ കൺസ്ട്രക്ഷൻ തന്നെ വളരെ ഡിഫറെൻ്റാണ്. അപ്പോൾ അത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത്. പക്ഷേ ഇതിന് മുമ്പ് ഐസ്ലാൻഡിൽ വേറെയും കുറച്ച് ബോട്ടുകൾ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇതിലും ഭംഗിയാണ് സ്ഥലങ്ങൾ. ഇവിടെ ആകെ വോൾക്കാനോ പിന്നെ ഈ ഒരു മൗണ്ടെയിൻ, അത് വളരെ പ്രത്യേകത തന്നെയാണ് കാണാനായിട്ട്. പിന്നെ അതുകൂടാതെ തന്നെ എന്താ പറയുക, ഏറ്റവും ഗ്രീനി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഐസ്ലാൻഡിലൊരു ബോട്ടുണ്ട്. പക്ഷെ എനിക്കത് ആ സ്ഥലത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അത് ഏറ്റവും വളരെ ഭംഗിയായിരുന്നു. പക്ഷേ ഞാനത് മിസ് ചെയ്തു. പക്ഷേ നെക്സ്റ്റ് ടൈം എന്തായാലും പോകാനായിട്ടൊരു ചാൻസ് എന്തായാലും ഉണ്ടാകും. എന്തായാലും നമുക്ക് ആ വോൾക്കാനം എത്തിയ ശേഷം ഞാൻ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും കുറച്ച് നടന്നവിടെ എത്താറായി. ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ. എനിക്ക് കൂടുതലും എന്താ പറയുക, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനാണ് താല്പര്യവും. പിന്നെ വ്ളോഗ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യും. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് നടക്കാനും. പിന്നെന്താ പറയുക, മെയിൻ ഞാൻ നടക്കണത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഡെയിലി ഒരു എന്താ പറയുക ഗോളുണ്ട്, ടാർഗറ്റ്. ഇത്ര കലോറി ബേൺ ചെയ്യുക എന്നുള്ളത് ബേസിക്കലി എന്ന് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ അതെനിക്ക് അച്ചീവ് ചെയ്യണം വേണം. അപ്പോൾ ആ ദിവസം എനിക്ക് റണ്ണിങ് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ മുകളിലേക്കുണ്ടോ നമ്മൾ കയറി പോകേണ്ടത്. ഇനി കുറച്ചുകൂടി ഉണ്ടോ, ഒരു 2-3 കിലോമീറ്റർ കൂടെ കാണും എത്താനായിട്ട്. ഇതാണ് കേട്ടോ മാപ്പ്. ഇതിൻ്റെ
അത്യാവശ്യം നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇത് എൽഫൽ കയറി 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 പുറകുവശം ഒരു രക്ഷയില്ലാതെ ഭംഗിയുണ്ടോ ആ കാണാം. എന്തായാലും ഇനി കുറച്ചുകൂടെ ഉണ്ട്, കുറച്ചുകൂടെ കയറിയ ശേഷം ആ വോൾക്കൻ എത്തിച്ചിട്ട് ഞാൻ വീഡിയോസ് കാണിക്കട്ടോ. അത്യാവശ്യം ഈ വ്യൂ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ആ കാണുന്ന കടലാണ്ടോ, ആ രണ്ട് മലകളുടെ ഇടയിലുള്ള ആ കാഴ്ച എന്ന് കാണണം. അതിൻ്റെ താഴെ കുറേ ചെറിയ ചെറിയ വീടുകളും അവിടെ കുറേ ഫാക്ടറീസും കാര്യങ്ങളും അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ മണ്ണിൻ്റെ പ്രത്യേകത ഉണ്ട്, കരിമണ്ണാണ് കംപ്ലീറ്റ്. അത് വോൾക്കാനോ, ഈ മൗണ്ടെയിൻ കംപ്ലീറ്റ് വോൾക്കാനൊക്കെ പടയതാണ്. ഇവിടെ എല്ലാവിടെയും ബ്ലാക്ക് സാൻഡ് തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് തോന്നുന്നു. കുറേ പേരുണ്ട് കേട്ടോ മുകളിൽ കയറാൻ, ഇനിയും കയറാനുണ്ട് കുറേ കൂടെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്വർഗം. എന്താ രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ എന്താ പറയുക, ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗിയുണ്ടല്ലോ, അത് ഏത് രാജ്യത്തും ഉണ്ടാവില്ല. ഐസ്ലാൻഡ് ഒരു പ്രത്യേകതരം ഭംഗിയാണ് എപ്പോഴും. ആ ഒരു ഗ്രീനിയും അതുപോലെ ബ്ലാക്ക് സാൻഡിൻ്റെ ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും ഒരു രക്ഷയില്ലാത്ത സ്ഥലം. എല്ലാവരും ഓരോരോ സ്റ്റെപ്പ് എല്ലാവരും മാക്സിമം സ്റ്റെക്ക് എടുത്തുണ്ട്. എല്ലാവരും നടക്കണ റൂട്ട് കംപ്ലീറ്റ് തോണിയുള്ളതായതുകൊണ്ട് ചില അത്യാവശ്യം കൂടുതലും എൻ്റെ പുറകിലോട്ടുള്ള ഈ വ്യൂ മനോഹരമാണെന്ന് നോക്കുക. ഈ ഐസ്ലാൻഡ് നടന്ന് ഏറ്റവും മുകളിലെത്തിയത് അപ്പോഴാണ് ഞാൻ ഈ വ്യൂ കണ്ടത് കേട്ടോ. ഒരു ലക്ഷ്യം കടലിൻ്റെ ആ ഒരു കളർ, അവിടെയുള്ള ആ പച്ചപ്പ്, എൻ്റെ നല്ലൊരു അടിപൊളി ക്യാമറ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ കിട്ടായിരുന്നു, നല്ല ഫോട്ടോസ് കിട്ടുമായിരുന്നു ഉദ്ദേശിച്ചത്. ഒരു 5 കിലോമീറ്ററോളം നടന്ന് 5 കിലോമീറ്ററോളം നടന്ന് നമ്മളിവിടെ എത്തിയിരിക്കണം ഈ സ്ഥലത്ത്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ഭംഗിയാണ് സത്യം പറഞ്ഞാൽ ആസ്വദിക്കേണ്ടത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ടോ ഈ പുറകെ കാണുന്നത്. നിങ്ങൾക്ക് കുറച്ച് സീനുകൾ തന്നെ കാണിച്ചു തരാം, വീഡിയോസിലൂടെ കുറച്ച് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ഫുൾ ചുറ്റും കടല കേട്ടോ. ഇതൊരു ഐലൻഡാണ്, ഞാൻ പറഞ്ഞില്ല ഇതൊരു ഐലൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ ഐസ്ലാൻഡിൽ. പിന്നെ അതുകൂടാതെ തന്നെ എന്താ പറയുക, മെയിൻ ഇത് തന്നെയാണ് മൗണ്ടെയിൻസും ഗ്രീനും, പിന്നെ ആ കടലിൻ്റെ കളറ്.
അത് ഈ മൗണ്ടൻസിൽ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ നമുക്ക് കാണാൻ ഒരു ഭംഗിയുണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്തതുകൊണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ. ഇനിയും ഞാൻ വരും ദിവസങ്ങളിൽ പുതിയ സ്ഥലങ്ങളിലേക്ക് ഞാൻ ആ വീഡിയോസിലൂടെ എല്ലാം ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ കുറേ കാലത്തിന് ശേഷം ഞാൻ ഫിറ്റ്നസിൻ്റെ വ്ളോഗാണ് കൂടുതൽ ചെയ്യാറ്. കുറേ കാലത്തിന് ശേഷം എടുക്കുന്ന ഒരു വ്ളോഗാണ്. കൂടുതൽ എൻ്റെ ട്രാവലിങ്ങിന് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ടോ അതിന് എല്ലാ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാക്സിമം വീക്കിലി ഒരു 3 to 4 അല്ലെങ്കിൽ ഒരു 3 to 5 വ്ളോഗ്സ് ഞാൻ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇനി ബാക്കിയുള്ള ആഴ്ചകളിൽ ഞാൻ വരും ദിവസങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോകുക തന്നെയാണ്. ഇനി ഒരു 5 കിലോമീറ്റർ ഒരു 10 കിലോമീറ്റർ കംപ്ലീറ്റഡ് ആവുക. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു പറഞ്ഞ വോൾക്കാനോ, ആ വോൾക്കാനോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു വോൾക്കാനുണ്ട്, പക്ഷെ അത് നമുക്ക് പ്രോപ്പറായി കാണാൻ പറ്റുന്നൊരു കാര്യമില്ല. അങ്ങനെ വോൾക്കാന് നമുക്ക് ആർക്കും അങ്ങനെ കാണാൻ പറ്റില്ല. ആ കാണുന്നത് കണ്ടോ, ഇതേപോലെ തന്നെയാണ് അവിടെയും ഇതുപോലുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അയാളെ ഒന്ന് നോക്ക്, എത്ര ഡേഞ്ചറസ് ആയിട്ടാണ് അയാൾ ആ സൈഡ് വെക്കണമെന്ന് ഞാൻ നോക്കണം. ചിലവർക്ക് തലയ്ക്കിനൊട്ടും മുളവ് ഉണ്ടാവില്ലാത്തുള്ളത് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മറിഞ്ഞ് പോയതാ, എത്തുന്നത് പിന്നെ ആ താഴത്തെ ഇരിക്കും. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി താഴെ എത്തിയിരിക്കുകയാണ്. ഇനി ഇങ്ങനെ മെല്ലെ മെല്ലെ ഈ റോഡിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ പിന്നൊരു കാര്യം എന്താ പറയുക, ഐസ്ലാൻഡിലെ മെയിൻ ക്യാമറമാനാണ്. ക്യാമറ ഞാൻ കാണിച്ചു കേട്ടോ, എല്ലാ വീടുകളുടെയും മുന്നിൽ അതെപ്പോഴും നിർത്തിയിട്ടുണ്ടാവും. ഇതാണ്ടോ, ഇതുപോലെ കുറേ ക്യാമറമാനുകൾ നമുക്ക് കാണാൻ പറ്റും. ഐസ്ലാൻഡിലെ കൂടുതലും എല്ലാ വീടുകളുടെ മുന്നിലും അവർ പേഴ്സണലി ക്യാമറയാണ് യൂസ് ചെയ്യുന്നവരാണ്. ട്രാവൽ ചെയ്യാനത് എന്തുമാത്രം ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറയും അവർക്ക്. പെട്ടെന്ന് ഈ ഡിസംബറിലേക്ക് ഇവിടെ ഫുൾ സ്നോ ആയിരിക്കും, കംപ്ലീറ്റ് സ്നോഫോളും ഐസ് മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ. ഈ മൗണ്ടെയ്ൻസ് കംപ്ലീറ്റ് ഐസായിട്ട് കവേർഡായിട്ടിരിക്കും. വാഹനങ്ങൾ അടിപൊളിയായിട്ട് ഇവിടെ, വണ്ടികളെല്ലാം ഒരു രക്ഷയില്ലാത്ത, കൂടുതലും SUV തന്നെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് അവിടെ എല്ലാവരും. പിന്നെ ടെസ്ലയുടെ കുറേ മോഡലുകൾ കാണാൻ പറ്റും. സ്കേനയുടെ ഒരു അടിപൊളി ട്രക്കാണ് പോയത്. സ്കേനയുടെ പിന്നെ ട്രക്കിൽ ഇഷ്ടം പോലെ എബ്രോഡ് കാണാം, ഒരു രക്ഷയില്ലാത്ത മോഡലുകളായിരിക്കും. അതായത് ഒരു നവംബറൊക്കെ കഴിയുമ്പോൾ ഇവിടെ ഫുൾ ഐസാണ് കേട്ടോ, കംപ്ലീറ്റ് സ്നോഫോളും ഐസ് മാത്രമേ ഈ കാണുന്ന റോഡുകളുള്ളൂ. ഇപ്പം തന്നെ ഒരു കുറച്ച് തണുപ്പുണ്ട്, പക്ഷേ ഈ വെയിലുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ അറിയുന്നില്ല. പക്ഷെ തണുപ്പുണ്ട് കേട്ടോ, ഡിഗ്രിയാണെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും തണുപ്പുണ്ട് ഇപ്പോൾ അത്യാവശ്യം. ഇവിടെ ഒരു സ്ട്രീറ്റുകളുണ്ടോ, ഇതാണ് ഇവിടുത്തെ ലോക്കൽ സ്ട്രീറ്റ്സ്. നല്ലൊരു കിട്ടിലും വണ്ടി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഒരു മോഡലുണ്ട്, ബ്രാംഗ്ലർ തന്നെയാണ് ഇതിനെ പറയാം. ഈ ഒരു മോഡൽ ഞാൻ ചില ഭാഗങ്ങളിൽ കണ്ടിട്ടുള്ളത് ബ്രാംഗ്ലർ തന്നെയാണ് ഈ ഒരു മോഡൽ. അത്യാവശ്യം ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ. ഈ കാണാം ഉർബാവിത്തി ലൈറ്റ് ഹൗസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. വെസ്റ്റ്മാനിയ ഇത് വായിച്ചിട്ടിട്ടുണ്ട്, പക്ഷേ ഫോർട്ട് ഓഫ് വെസ്റ്റ്മാനിയ വെച്ചാൽ ഇവിടെ വെച്ച് ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.